അപ്പോൾ നല്ലൊരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇന്ന് വന്നിരിക്കണം. അപ്പോൾ മാങ്ങച്ചാറ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചോർക്കയും കൂടി ചേർത്ത് കുഴച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയും പിന്നെ എരിവുള്ള മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കായംപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ കടുക് എന്നിവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകൊന്ന് നല്ല പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ നല്ലപോലെ മൂത്ത് വരട്ടേട്ടാ. അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ മൂക്കണം കേട്ടോ. മൂത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് വേഗം ചീത്തായി പോകാനുള്ള ചാൻസ് വരും. അപ്പോൾ ചിലപ്പോൾ അച്ചാറ് കണ്ടിട്ടില്ലേ, പെട്ടെന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കേട്ടോ. പുറത്തൊക്കെ ഇതൊക്കെ ചീത്താവില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ ചീത്ത കാരണം നമ്മൾ ഇതൊന്നും നല്ലപോലെ മൂത്തില്ലാന്നുണ്ടെങ്കിൽ വേഗം പൂത്ത് പോകും. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂക്കട്ടെ. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ മൂത്തേണ്ട ഒരു 2 മിനിറ്റോളം അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കാം. അപ്പോൾ ഇനിയിപ്പം മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കായംപൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. ഇളക്കി ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറേ നാൾ നിൽക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് ഉപ്പും ചൊറുക്കയും കൂടി പുരട്ടി വെച്ചിട്ടില്ലേ മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അധികം പൊടിയാത്ത രീതിയിൽ മാങ്ങ നല്ല പൊടിയാത്ത രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.